മൗണ്ടൻ വ്യൂവിൻ്റെ ഒരു പുതിയൊരു പ്ലാന്റേഷനാണ്. അപ്പോൾ നമ്മളിവിടെ മാവ്, പ്ലാവ്, റംബൂട്ടാൻ അങ്ങനെ വേണ്ട പപ്പായ എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് കുറ്റിമുരിങ്ങയാണ്, ലെയർ മുരിങ്ങ. അപ്പോൾ ഇത് നല്ല രീതിയിൽ പിടിച്ചു വന്നിട്ടുണ്ട്. പിന്നെ റെഡ് ലേഡി പപ്പായ ബോർഡറിൽ ഇങ്ങനെ ഒരു 15 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വിയറ്റ്നാം സൂപ്പർ എർളിയുടെ പ്ലാവാണ്. ഇതിങ്ങനെ വെള്ള കളർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുമ്മായവും അതുപോലെ തന്നെ സാഫും കൂടെ മിക്സ് ആക്കിയിട്ട്, ഭയങ്കര വെയിലാണ് ഇവിടെ. അപ്പോൾ ഈ തെങ്ങിനൊക്കെ തളിച്ച ഒപ്പം ഇതിനും കുറച്ച് തളിച്ചു കൊടുത്താണ്. നമ്മുടെ പ്രദീപൻ എന്ന് പറഞ്ഞൊരു കസ്റ്റമറിൻ്റെ ഇതാണ്, തോട്ടമാണിത്. അപ്പോൾ ഇതിൽ R2 മാവ് തളിച്ചിട്ടുണ്ട്. കാട്ടിമൂൺ മാവ് അത് നമ്മൾ വെച്ചിട്ട് ഏകദേശം 1 മാസം ആവാറായി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പൂട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നിറയെ പൂടുന്നുണ്ട്. ഏകദേശം 3 വർഷം ആയതുകൊണ്ട് തന്നെ 4-ാമത്തെ വർഷമായതിപ്പോൾ നിറയെ കായ്ക്കും. തന്നെ ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ബനാന റെഡാണ് വെച്ച്. അപ്പോൾ അതും ഏകദേശം പൂക്കാനൊക്കെ തയ്യാറായി നിൽക്കുന്നുണ്ട്. വലിയൊരു മരം, അതായത് ഒന്നുമില്ലാതെ കാലി സ്ഥലത്ത് വലിയൊരു മരം പെട്ടെന്ന് വന്ന പോലെ ആയിരുന്നു നമ്മൾ ഈ ഒരു പുതിയൊരു പ്ലാന്റേഷൻ. മിയാസാക്കി അങ്ങനെയുള്ള എല്ലാവിധ വിയാർക്ക് ചാക്ക് അങ്ങനെയുള്ള എല്ലാവിധ മരങ്ങളും നമ്മൾ ഈ ഒരു ചെറിയൊരു ഫാം ഹൗസിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. റംബൂട്ടാനൊക്കെ തന്നെ കണ്ടോ, വെച്ചപ്പോൾ തന്നെ ഏകദേശം പൂടാനായിട്ട് ഒരു സെറ്റപ്പ് വരുന്നുണ്ട്. നല്ല തൈയാണ്. ഇപ്പോൾ ഈ ഒരു മൗണ്ടൻ വ്യൂവിൽ ഇല്ലേലും ഏറ്റവും നല്ല ഉഷാറുള്ള തൈകൾ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ജയത്രി ഒരു കിടിലൻ പ്ലാവ് നല്ല ഉഷാറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ പ്ലാവ്, അതുപോലെ റെഡ് ജാക്കിൻ്റെ പ്ലാവ്, അപ്പോൾ എല്ലാം തന്നെ ഉണ്ട് ഇവിടെ. അതുപോലെ തായ്ലൻഡ് പേര് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കും. അത് തന്നെയാണ് ഈ ഒരു ചെടി പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ പിടിച്ചു കിട്ടാൻ. വെള്ളം നല്ല വെള്ളമുണ്ട് തന്നെ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.